അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ കുറച്ച് ഇംഗ്ലീഷ് പഠിക്കാം. ഇംഗ്ലീഷിൻ്റെ ഗ്രാമറും സംഭവങ്ങളുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഇംഗ്ലീഷിൽ വരുന്ന അത്യാവശ്യം പരീക്ഷയ്ക്ക് വന്നിരുന്ന ചോദ്യം, നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്ന രീതിയിൽ പണ്ട് ചോദിച്ചിരിക്കുന്നതും അല്ലെങ്കിൽ ചില മോഡൽ ക്വസ്റ്റ്യൻസുകൾ വർക്കൗട്ട് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്തുക. നമുക്ക് ഓപ്ഷൻസ് നമ്മളിപ്പോൾ സാധാരണ പണ്ട് കാലത്തൊക്കെ ഇപ്പോൾ അല്ലെങ്കിൽ അതിനെപ്പറ്റി കൂടുതൽ അറിവില്ലാതിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്താണ്? ചോദ്യം ഒന്ന് വായിക്കും, ആ ഡാഷ് മിസ്സിങ് വേർഡ് ഏതാണെന്നറിയാൻ ഓപ്ഷൻസിലെ 4 എണ്ണവും വായിച്ചു നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സുഖം ഏതാണോ, പറഞ്ഞു നോക്കുമ്പോൾ ഒരു സുഖം അല്ലെങ്കിൽ അത് ഒരു മാച്ചായിട്ട് തോന്നുന്നത് ഏകദേശം ഏത് ഉത്തരത്തിനാണോ അതായിരിക്കും നമ്മുടെ ഉത്തരവായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ഇംഗ്ലീഷിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് എന്താണ് ചെയ്യേണ്ടത്, അതിനകത്ത് അതിൻ്റെ പിന്നാമ്പുറത്ത് അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് എന്തുണ്ടാവും ചെറിയൊരു നിയമം ഉണ്ടാവും. നമ്മൾ വലിയ ഹിസ്റ്ററിയും ജോഗ്രഫി അല്ലെങ്കിൽ അങ്ങനത്തെ വലിയ കാര്യങ്ങൾ ഒരുപാട് പഠിക്കുന്നതിൻ്റെ പോലെ ഒന്നും വേണ്ട. ഈ ഒരൊറ്റ പോയിൻറ്റിൻ്റെ പുറത്തായിരിക്കും അത്. ആ പോയിൻ്റ് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഉത്തരം കിട്ടും. അപ്പോൾ അത് ഓരോ ചോദ്യങ്ങൾ ഒരു 100 പോയിൻറ്റുകളോ അല്ലെങ്കിൽ ഒരു കുറച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട പല പോയിൻറ്റുകൾ കാണും. ആ പോയിൻറ്റുകളെല്ലാം ഒന്ന് ഹൃദയസ്ഥമാക്കി വയ്ക്കുക. ഒരു ചോദ്യം മോഡലായിട്ട് ബേസായിട്ട് കരുതി ആ ചോദ്യങ്ങൾ അതിൻ്റെ കാര്യം മനസ്സിലാക്കിയതിന് ശേഷം അത് ആൻസർ ചെയ്ത് അത് തന്നെ കുറച്ച് ആവർത്തി നല്ല രീതിയിൽ തറവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിൽ തന്നെ രൂപം കൊള്ളും. കറക്റ്റായിട്ട് ഓപ്ഷൻസ് നോക്കുമ്പം അത് തന്നെ ആയിരിക്കും ഉത്തരം. അപ്പം അതാണ് എന്താണ് ആ നിയമവശത്തെക്കുറിച്ചുള്ള അറിവുകളും അത് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് കൊണ്ടുവരാനുള്ള ആ ഒരു പരിചയമാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത്. അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അത് വന്നോളും. അപ്പോൾ അതിനുള്ള ഒരു മെൻ്റൽ എക്സർസൈസ് നമ്മുടെ പഠനത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഒരു ഭാഗം സോൾവ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും വലിയൊരു മാർഗ്ഗം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓരോരോ ചോദ്യങ്ങൾ നമുക്ക് നോക്കിപ്പോകാം കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നാമത്തെ ചോദ്യം എഴുതുന്നത് നമ്മൾ നോക്കി, ഡു യു മൈൻഡ് dash seeds. Changed, changing, changes. അപ്പോൾ ചേഞ്ച് എന്ന് പറയുന്ന ആ ഒരു വെർബിൻ്റെ വിവിധ രൂപങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിൽ ഏതെങ്കിലും ഒന്ന് അഡോപ്റ്റ് കറക്റ്റാണ്, മനസ്സിലായോ, സുറ്റബിളാണ്. അപ്പോൾ അത് ഏതാണ് എന്നാണ് നമ്മൾ നോക്കുക. അപ്പോൾ ഡു യു മൈൻഡ് ചേഞ്ച് സീറ്റ്സ് നമ്മൾ സാധാരണ ചെയ്യുന്നത് അങ്ങനെയാണ്. ഡു യു മൈൻഡ് ചേഞ്ച് സീറ്റ്സ്, ഡു യു മൈൻഡ് ചേഞ്ച്ഡ് സീറ്റ്, ഡു യു മൈൻഡ് ചേഞ്ചിങ് സീറ്റ്, ഡു യു മൈൻഡ് ചേഞ്ചസ് സീറ്റ്. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ഭാവനയിൽ ചിലവർക്കത് ചേഞ്ച് സീറ്റ് എന്ന് പറയുമ്പോൾ കൊള്ളാവുന്നതായിട്ട് തോന്നും, അവരുത്തരം അത് എഴുതുന്നു. അല്ലാത്തത് ചേഞ്ചസ് ആയിട്ട് തോന്നുന്നു, അത് എഴുതുന്നു. ചേഞ്ചിങ് തോന്നുന്നു, ചില കൂട്ടങ്ങൾ അങ്ങനെ എഴുതും. അപ്പോൾ ഓരോ ഗ്രൂപ്പ് ഓഫ് പിള്ളേർ അങ്ങനെ ചിന്തിക്കുന്നതിനനുസരിച്ച് അവരുടേതായിട്ടുള്ള ആൻസറിലെത്തുന്നു. പക്ഷേ ഇതിനകത്ത് ഒരു ചെറിയൊരു കാര്യം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഉത്തരം വൃത്തിയായിട്ട് എഴുതാൻ പറ്റുന്നതേ ഉള്ളൂ. ഡു യു മൈൻഡ്, വുഡ് യു മൈൻഡ്, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ചോദ്യത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ വെർബിൻ്റെ കൂടെ ING ഫോം ചേർക്കണം എന്നുള്ളതാണ്. ഇത്രയേ ഉള്ളൂ. ആ ഒരു നിയമം പറഞ്ഞാൽ മതി. ഡു യു മൈൻഡ്, വുഡ് യു മൈൻഡ് ഇവയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? വെർബിൻ്റെ കൂടെ ING ഫോം ചേർക്കണം. അപ്പോൾ ഇവിടെ ING ഫോം ഉള്ളത് ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഇവിടെ ING ഇല്ല, ഓപ്ഷൻ ഇന്ന് റിലീസ് ചെയ്തു. അപ്പോൾ എന്തായാലും അത് ഉത്തരവല്ല. ചേഞ്ചസ് അതുമല്ല. ഓക്കെ, നമ്മൾ കോൺകോഡൊക്കെ പഠിക്കുമ്പോൾ ചേഞ്ച് എന്താ, ചേഞ്ചസ് എന്താ, അതൊക്കെ നമുക്കൊന്ന് പഠിക്കണം. ടെൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ നമുക്കത് റിലേറ്റ് ചെയ്ത് കൂടുതൽ പഠിക്കുക. ഇപ്പം ഞാനിത് രണ്ടും ഇതിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് മാത്രമേ ആൻസർ ചെയ്യുന്നുള്ളൂ. ഈ ഒരു ചോദ്യത്തിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ നിന്നിട്ട് ഞാൻ ആൻസർ ഇപ്പോൾ പറയുന്നുള്ളൂ. ചേഞ്ചസ്, ചേഞ്ചിങ് അതൊക്കെ എങ്ങനെയാണ് എന്താണെന്നൊക്കെയുള്ള നമുക്ക് തുടർന്നുള്ള ക്ലാസ്സുകളിൽ വിശദമായിട്ട് തന്നെ പഠിക്കാം. അപ്പോൾ ചേഞ്ചസ്, ചേഞ്ച്ഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് വെർബിൻ്റെ V2 ഫോമാണ്, ഫസ്റ്റ് ഫോമാണ്. അപ്പോൾ അതുമാണ് പിന്നെ ഉത്തരം വരുന്നത് ചേഞ്ചിങ്. ഓക്കെ, അപ്പോൾ ഡു യു മൈൻഡ് ഡാഷസ്. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്തേക്കണേ, മനസ്സിലൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക, എവിടെയെങ്കിലും ഒന്ന് എഴുതി വയ്ക്കുകയോ ചെയ്യുക. എന്തുവാ? ഡു യു മൈൻഡ്, വുഡ് യു മൈൻഡ് എന്നിവ വരുന്നു കഴിയുമ്പോൾ വെർബിൻ്റെ ING ഫോമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡു യു മൈൻഡ് ഡാഷ് സീറ്റ്, ചേഞ്ച്, ചേഞ്ചിങ്, ചേഞ്ചസ് എന്നുള്ളതിൽ
നമ്മൾ എന്തേ എഴുതത്തുള്ളൂ, ചേഞ്ചിങ് എന്നുള്ള ഉത്തരമേ നമ്മൾ എഴുതുകയുള്ളൂ. മനസ്സിലായോ? ഇനി നമുക്ക് അടുത്ത ചോദ്യം ഒന്ന് നോക്കാം. Would you mind dash the door? Would you mind dash the door? Would you mind dash the door? Options ഉണ്ട്. ഓപ്പൺ, ഓപ്പൺസ്, ഓപ്പണിംഗ്, ഓപ്പൺഡ്. അപ്പോൾ വുഡ് യു മൈൻഡ് ഡാഷ് ദ ഡോർ എന്നുള്ളതാണ് ചോദ്യം. ഇതൊക്കെ പരീക്ഷയ്ക്ക് നേതൃത്വത്തിലുള്ള പരീക്ഷകൾക്കും അല്ലാതെ നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻസിനകത്തും അല്ലാതെ നമ്മൾ ചെയ്യുന്നതിനകത്തും ഒക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ചിലവർക്ക് ഇതൊക്കെ അറിയായിരിക്കും, ചിലവർക്ക് കണ്ടെങ്കിലും പരിചയം കാണും. ഇതൊക്കെ അത്രയ്ക്ക് പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ വുഡ് യു മൈൻഡ് ഡാഷ് ദ ഡോർ? ഓപ്പൺ, ഓപ്പൺസ്, ഓപ്പണിംഗ്, ഓപ്പൺഡ്. അപ്പോൾ വെർബിൻ്റെ 4 ഫോം തന്നെ ഇവിടെ തന്നിരിക്കുന്നു. ഓപ്പൺ, ഓപ്പൺസ്, ഓപ്പണിംഗ്, ഓപ്പൺ. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഡു യു മൈൻഡ്, വുഡ് യു മൈൻഡ് എന്നിവ വരുമ്പോൾ നമ്മൾ എന്ത് ചേർക്കത്തുള്ളൂ? വെർബിൻ്റെ ING ഫോം ചേർക്കത്തുള്ളൂ. ആ ഒരു പോയിൻ്റ് അറിയുന്നത് കൊണ്ട് ഇപ്പോൾ ഇത് എന്ത് എളുപ്പമായി നോക്കി. വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ വുഡ് യു മൈൻഡ് വന്നിട്ട് ഇതേ രീതിയിലുള്ള സ്ട്രക്ചറിലെ ചോദ്യങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ മനസ്സിൽ തന്നെ ഓർമ്മ വരണം വെർബിൻ്റെ കൂടെ ING ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഉത്തരം എന്തുമായിരിക്കും? ഒന്നാമത്തെ ഓപ്ഷൻസ് നോക്കിയേ. ഓപ്പൺ, അതിനകത്ത് ING ഇല്ല, എലിമിനേറ്റഡ്. ദെൻ ഓപ്പൺസ്, ING ഇല്ല, ഓപ്പണിങ്. സ്വതവേ നമുക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞു, ഇനിയിപ്പോൾ ഇത് നോക്കേണ്ട കാര്യമില്ല. മനസ്സിലായോ? അപ്പോൾ വുഡ് യു മൈൻഡ് ഡാഷ് ദ ഡോർ, ഓപ്പണിങ് ദ ഡോർ. അപ്പോൾ നമ്മൾ മനസ്സിൽ വെക്കേണ്ട പോയിൻ്റ് ഏതാണ്? ഡു യു മൈൻഡ്, വുഡ് യു മൈൻഡ് മുതലായിട്ടൊക്കെയുള്ള സെൻറ്റൻസുകളിൽ വെർബിൻ്റെ ING ഫോം ആയിരിക്കും യൂസ് ചെയ്യുക എന്നുള്ളതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ. അടുത്ത ചോദ്യം നോക്കിയേ. വുഡ് യു ഡാഷ് ദിസ്? വുഡ് യു ഡാഷ് ദിസ്? ഈറ്റ്, ഈറ്റ്, ഈറ്റിംഗ്, ഈറ്റ്. ഓക്കെ, ഈറ്റ്, 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 ഈറ്റ്. അപ്പോൾ ഇതിനകത്തൊക്കെ വുഡ് യു ഡാഷ് ദിസ്? ഈറ്റ്, ഏറ്റ്, ഈറ്റ്, ഈറ്റ്. നേരത്തെ നമ്മൾ പഠിച്ച ഡു യു മൈൻഡ്, വുഡ് യു മൈൻഡ്, മൈൻഡ് എന്നുള്ളൊരു പേര് നമ്മളവിടെ കണ്ടു. ഇവിടെ വുഡ് യു മാത്രമല്ല. അപ്പോൾ വുഡ് യു എന്ന് പറയുന്ന രീതിയിലുള്ള സെൻറ്റൻസുകളാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ V1 മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. വെർബിൻ്റെ ആദ്യത്തെ ഫോം V1 പ്രസൻറ്റ് ഫോം ആയിരിക്കും യൂസ് ചെയ്യുന്നത്, V1 ഫോം ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് നോക്കി ഏതായിരിക്കും? വുഡ് യു ഡാഷ് ദിസ്? ഈറ്റ്, ഏറ്റ്, ഈറ്റ്, ഈറ്റ്. നമുക്ക് നോക്കാം ഇതിനകത്ത് ഏതൊക്കെ. ഈറ്റ്, ഈറ്റ് എന്ന് പറയുന്നത് ഓക്കെ, ഈറ്റ്, ഏറ്റ്, ഈറ്റ്. ഇതാണ് വെർബിൻ്റെ 3 ഫോമുകൾ. അപ്പോൾ ഈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസൻറ്റ് ഫോം V1, ഏറ്റ് V2, ഈറ്റൻ പാർട്ടിസിപ്പിൾ ഫോം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. അപ്പോൾ ഈറ്റ്. അപ്പോൾ ഇത് ഏതൊക്കെയാണ്? ഈറ്റ്, ഏറ്റ്, ഈറ്റ്. ഇപ്പോൾ നോക്കി ഇവിടെ ഈറ്റ് വന്നു. നമ്മൾ പറഞ്ഞത് എന്താ? വുഡ് യു വന്നു കഴിഞ്ഞാൽ വെർബിൻ്റെ V1 ഫോമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഈറ്റ് V1 ആണെന്ന് കിട്ടി ഉത്തരമായി കഴിഞ്ഞു. ഏറ്റ് എന്ന് പറയുന്നത് V2 നമ്മൾ യൂസ് ചെയ്യത്തില്ല. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നോക്കി, ഓപ്ഷൻസ് നോക്കി എലിമിനേറ്റ് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നിടത്താണ് നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത്. നമ്മൾ ഒരു ഓപ്ഷൻസ് ഒഴിവാക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരണം, ഇത് എന്തുകൊണ്ട് ഞാനത് ഒഴിവാക്കുന്നു, ഇന്ന കാരണം കൊണ്ട് ഇത് വരത്തില്ല എന്നുള്ള രീതിയിൽ നമ്മുടെ മൈൻഡിൽ വരുന്നു എങ്കിൽ മാത്രമാണ് നമുക്കത് ഒരു കറക്റ്റായിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നു. അതിൻ്റെ ശരിയായ അറിവിലൂടെയാണ് നമ്മൾ എത്തിച്ചേർന്നത് എന്ന് പറയാൻ പറ്റുന്നത്. ഇപ്പോൾ 2 ഓപ്ഷൻസിൽ ഇന്ന ഓപ്ഷൻ ഇന്നതുകൊണ്ട് വന്നു, മറ്റത് 3ഉം ഇന്ന രീതിയിൽ പോയി എന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. അത് നമുക്ക് പറയാൻ പറ്റുന്നിടത്താണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഇത് വുഡ് യു ഡാഷ് ദിസ്. അപ്പോൾ നമ്മൾ 2 നിയമങ്ങൾ ഓർത്തിരിക്കാൻ പറഞ്ഞു. വുഡ് യു മൈൻഡും ഡു യു മൈൻഡും വരുന്ന വെർബിൻ്റെ ING ഫോം. വുഡ് യു മാത്രം വരികയാണെങ്കിൽ V1 ഫോം യൂസ് ചെയ്യും. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയാണ് ആ സംഭവങ്ങൾ പഠിച്ചു പോകുന്നത്.
അടുത്ത ചോദ്യം നമുക്ക് എഴുതാം. ഐ ലുക്ക് ഫോർവേഡ് ഡാഷ് ഫ്രം യു സൂൺ. ഞാൻ ഇവിടം വരെ എത്തിച്ചേരണം, അതുകൊണ്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതുകയാണ്. ഐ ലുക്ക് ഫോർവേഡ് ഡാഷ് ഫ്രം യു സൂൺ. ഫോർ ഹിയർ to hear, to hearing, hear. ഇത്രയാണ് 4 ഓപ്ഷൻസ് നോക്കുക. അപ്പം ഐ ലുക്ക് ഫോർവേഡ് ഡാഷ് ഫ്രം യു സൂൺ. ഇതും അപ്പം ഫോർ ഹിയർ, ടു ഹിയർ, ടു ഹിയറിങ്, ഹിയർ. ഐ ലുക്ക് ഫോർവേഡ് ഡാഷ് ഫ്രം യു സൂൺ. നമ്മളിങ്ങനെ നോക്കി നിൽക്കുകയാണ്, ഞാൻ ഇന്നൊരു കാര്യത്തിലേക്കായിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇരിക്കുകയാണ് എന്നുള്ള ഒരു ഈഗർ മൂഡാണ് നമ്മളോട് ഈ ചോദ്യത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. അപ്പോൾ ലുക്ക് ഫോർവേഡ് വന്നു കഴിഞ്ഞാൽ എന്താണ് യൂസ് ചെയ്യുക എന്നുള്ള ഒരു സംഭവം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്കിത് ഉത്തരം കണ്ടെത്താൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ ആ ഒരു പോയിന്റ് നമ്മുടെ മൈൻഡിലില്ല. അതുകൊണ്ട് 4 ഉത്തരങ്ങളൊക്കെ ആയിട്ട് നമുക്ക് തോന്നുകയാണ്. പക്ഷെ നമുക്കിതിൻ്റെ ആ ഒരു പോയിന്റ് നമുക്കൊന്ന് മനസ്സിലാക്കാൻ നോക്കാം. എന്താണ് ലുക്ക് ഫോർവേഡ് വന്നു കഴിഞ്ഞാൽ? എന്താണ് ലുക്ക് ഫോർവേഡ് വന്നു കഴിഞ്ഞാൽ 2 പ്ലസ് വെർബ് പ്ലസ് ING യൂസ് ചെയ്യണം. ഈ രീതിയിലായിരിക്കണം നമ്മുടെ വെർബ് കിടക്കുന്നത്. എങ്ങനെയാണ് ലുക്ക് ഫോർവേഡ് യൂസ് ചെയ്ത് വേർഡിനകത്ത് ഒരു സെൻറ്റൻസിനകത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വെർബ് ഏത് രീതിയിലിരിക്കണം? 2 പ്ലസ് വെർബ് പ്ലസ് ING. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നത് ഏതാണെന്നൊന്ന് നോക്കി ഈ രീതിയിൽ ഇരിക്കണമെന്നാണ് പറയുന്നത്. നമുക്കിനി ഓപ്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം. 2 പ്ലസ് വെർബ് പ്ലസ് ING. 2 അല്ല, ഇവിടെ 4 എലിമിനേറ്റ്. അങ്ങനെ വേണം നമ്മൾ ഉത്തരം പരീക്ഷാ ഹാളിൽ ഇരുന്ന് വേഗം ഇതിങ്ങനെ ഇരുന്ന് ആലോചിച്ച് കുറേ സമയം എടുക്കല്ല, ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ നമുക്കിത് ചെയ്ത് കഴിയാൻ പറ്റും. അപ്പോൾ അത്രയും നമ്മുടെ മനസ്സിൽ ഹൃദയസ്ഥമായിരിക്കണം എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഐ ലുക്ക് ഫോർവേഡ് ഡാഷ് ഫ്രം യു സൂൺ. അപ്പോൾ 2 പ്ലസ് വെർബ് പ്ലസ് ING അല്ലേ വേണമെന്ന് പറയുന്നത്. അപ്പോൾ 4 എലിമിനേറ്റഡായി. ഇനി ഏതാണുള്ളത്? 2 ഹിയർ. ഇവിടം വരെ വന്നിട്ടുണ്ടല്ലേ, ING ഇല്ല, അപ്പോൾ അതും പോയി. ഇനി ഇതാണ്ട് ടു ഹിയറിങ്, ഞാൻ 2 വന്നു, വെർബ് ഹിയർ ഉണ്ട്, ING. ഇതാണ് മനസ്സിലായോ? ഇത് പിന്നെ നോക്കേണ്ട കാര്യമില്ല. അപ്പം ഇതാണ് ലുക്ക് ഫോർവേഡ്. ഡു യു മൈൻഡ് സംഭവം ഓർക്കുക, വുഡ് യു മൈൻഡ് ഓർക്കുക, വുഡ് യു ഓർക്കുക. ലുക്ക് ഫോർവേഡ് വരുമ്പം എന്താണ് വേണ്ടത്? 2 പ്ലസ് വെർബ് പ്ലസ് ING ആയിരിക്കണം യൂസ് ചെയ്യുന്നത്. അപ്പം ഐ ലുക്ക് ഫോർവേഡ് ഡാഷ് ഫ്രം യു സൂൺ എന്ന് പറയുമ്പോൾ 2 പ്ലസ് വെർബ് പ്ലസ് ING ഓപ്ഷൻസ് നോക്കുമ്പോൾ ടു ഹിയറിങ്, ഇവിടെ വെർബ് ഏതാണ്? ഹിയർ ആണ്. അപ്പോൾ ടു ഹിയറിങ് ഫ്രം യു, ഐ ലുക്ക് ഫോർവേഡ് ടു ഹിയറിങ് ഫ്രം യു സൂൺ എന്നുള്ളതായിരിക്കും ഉത്തരം. മനസ്സിലായോ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. കോളുകൾ ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്, ഞാനത് ഓഫ് ചെയ്യാനും മറന്നു. ഓക്കെ, സോറി. അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടുന്നത് ടോം ഡാഷ് ടു ബോസ്റ്റൺ ലാസ്റ്റ് ഇയർ. ടോം ഡാഷ് ടു ബോസ്റ്റൺ ലാസ്റ്റ് ഇയർ. ടോം ഡാഷ് ടു ബോസ്റ്റൺ ലാസ്റ്റ് ഇയർ. ഏതൊക്കെയാണ്? വാസ് ഗോൺ, were gone, went, was going. അപ്പോൾ ഏതെങ്കിലും ഒരു 4 ഓപ്ഷൻസ് ഇങ്ങനെ എഴുതുക. ഇപ്പം ചോദ്യത്തിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ തന്നിരിക്കുന്ന ഇതിനകത്തെ പോലെ തന്നെ നമുക്കാവാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇടയ്ക്കൊന്ന് നോക്കിയത്. അപ്പോൾ ടോം ഡാഷ് ടു ബോസ്റ്റൺ ലാസ്റ്റ് ഇയർ ഏതാണ്? വാസ് ഗോൺ, വെയർ ഗോൺ, വെൻറ്റ്, വാസ് ഗോൺ. അപ്പോൾ ചില ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ ചില വേർഡുകൾ ഹിൻ്റായിരിക്കും. മനസ്സിലായോ? ചില വേർഡുകൾ ഹിൻ്റായിരിക്കും. ആ ഒരു വേർഡ് നമ്മുടെ ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇന്നതേ ചെയ്യാവൂ. ഇതാണ് നമ്മൾ ഓർത്തിരിക്കുന്നത്. അപ്പോൾ ആ ഹിൻറ്റ് വേർഡ് പെട്ടെന്ന് നമുക്ക് മൈൻഡിൽ വരണം. അതിനോട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, അതിൻ്റെ ഉത്തരവും നമ്മുടെ മനസ്സിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടർ നമുക്ക് മനസ്സിൽ വന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഉത്തരം കറക്റ്റായിട്ട് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ടോം ഡാഷ് ടു ബോസ്റ്റൺ ലാസ്റ്റ് ഇയർ
ചോദ്യം നമ്മൾ ഗ്രാജുവലി അതങ്ങ് വായിച്ചു, സാധാരണ വായിക്കുന്ന രീതിയിൽ വായിച്ചു. വാസ് ഗോൺ, വെയർ ഗോൺ, വെൻറ്റ്, വാസ് ഗോയിങ്. അപ്പോൾ എന്ത് ചെയ്യും? ടോം ഡാഷ്ഡ് ബോസ്റ്റൺ ലാസ്റ്റ് ഇയർ. ഞാനിപ്പം എനിക്കൊരു ഹിൻറ്റ് വേർഡായിട്ട് ഇവിടെ ഉണ്ട്. ഞാൻ ചെറിയൊരു നിയമം പറയാം, അപ്പോൾ നിങ്ങൾ നോക്കണം അതിനകത്ത് ഹിൻറ്റ് വേർഡ് ഏതാണെന്ന് നോക്കണം. ഗോ, യെസ്റ്റർഡേ, ലാസ്റ്റ്, പ്രീവിയസ് എന്നിവ വന്നാൽ വെർബിൻ്റെ V2 ഫോം ഉപയോഗിക്കും. ഇതാണ് നിയമം. അപ്പോൾ എന്താണ്? ഗോ, യെസ്റ്റർഡേ, ലാസ്റ്റ്, പ്രീവിയസ്. ഗോ, യെസ്റ്റർഡേ, ലാസ്റ്റ്, പ്രീവിയസ് മുതലായ കഴിഞ്ഞ കാലത്തെ സൂചിപ്പിക്കുന്ന വേർഡുകൾ വന്നു കഴിഞ്ഞാൽ വെർബിൻ്റെ V2 ഫോമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയേ, ടോം ഡാഷ്ഡ് ബോസ്റ്റൺ ലാസ്റ്റ് ഇയർ. ഇതിനകത്ത് ആ ഹിൻറ്റ് വേർഡ് ഏതാണ്? നമ്മൾ പറഞ്ഞത് എഗോ, യെസ്റ്റർഡേ, ലാസ്റ്റ്, പ്രീവിയസ്. അപ്പം ലാസ്റ്റാണ്. അതുപോലെ ചോദ്യത്തിൽ എഗോയോ, യെസ്റ്റർഡേയോ, പ്രീവിയസോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏതാണ് യൂസ് ചെയ്യേണ്ടുന്നത്? V2 ഫോമാണ് യൂസ് ചെയ്യേണ്ടുന്നത്. അപ്പോൾ V2 ഏതാണ്? ഗോ അല്ലേ നമ്മുടെ ഇത്? ഗോ, വെൻറ്റ്, ഗോൺ. ഇതാണ് ഗോ, വെൻറ്റ്, ഗോൺ. വാസ് ഗോൺ, നമുക്ക് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വാസ് ഗോൺ വെർബിൻ്റെ ഏത് ഫോമാണ്, എപ്പോഴാണ് അത് ഉപയോഗിക്കുന്നത് എന്നൊക്കെ ഇപ്പം ഞാൻ പറയുന്നില്ല. ഇനിയുള്ള തുടർന്നുള്ള ക്ലാസ്സുകളിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് പഠിക്കാം. ഇപ്പോൾ വാസ് ഗോൺ അല്ലല്ലോ, നമ്മുടെ ഇവിടെ കീവേഡ് ഏതാ? ലാസ്റ്റാണ്. വേറെ ഏതൊക്കെയുണ്ട്? എഗോ, യെസ്റ്റർഡേ, പ്രീവിയസ്, ലാസ്റ്റ് എന്നിവ വന്നാൽ V2. അപ്പോൾ V2 നമുക്കിപ്പോൾ എന്തോ V2, V1 ഗോ, V2 വെൻറ്റ്, V3 ഗോ. അപ്പോൾ വെൻറ്റാണ്. അപ്പോൾ വെൻറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ വാസ് ഗോൺ പോയി. ഇനി അടുത്തത് ഏതാണ്? വെയർ ഗോൺ അല്ലല്ലോ. പിന്നെ കിടക്കുന്നു വെൻറ്റ്, ഇവിടെ കിടക്കുന്നുണ്ട്. വാസ് ഗോയിങ്ങും ഉത്തരവും. അപ്പോൾ ഇങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞ രീതിയിലുള്ള, ഇപ്പോൾ നമ്മൾ പറഞ്ഞ എല്ലാം കൂടെ ഒന്നും കൂടെ പറയാം. ഡു യു മൈൻഡ്, വുഡ് യു മൈൻഡ് ഇവ വന്നു കഴിഞ്ഞാൽ വെർബിൻ്റെ കൂടെ ING ഫോം ഉപയോഗിക്കണം. വുഡ് യു മാത്രമാണെങ്കിൽ V1 ആണ് യൂസ് ചെയ്യേണ്ടുന്നത്. ലുക്ക് ഫോർവേഡ് വന്നു കഴിഞ്ഞാൽ 2 + വെർബ് + ING ആയിരിക്കണം. ഇനി അടുത്ത് എന്തുവാ? എഗോ, യെസ്റ്റർഡേ, ലാസ്റ്റ്, പ്രീവിയസ് എന്നിലെ ഏതെങ്കിലും ഒരു വേർഡ് തന്നിരിക്കുന്ന ചോദ്യത്തിലെ സെൻറ്റൻസിൽ ആ ചോദ്യത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ എന്തേ ചെയ്യാവൂ? വെർബിൻ്റെ V2 ഫോമേ യൂസ് ചെയ്യാവൂ. അപ്പോൾ ഈ ഒരു ബേസ് എക്സാമ്പിളും ഈ ഒരു ബേസ് ഫാക്റ്റും നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കണം. അത് കാണുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും പരീക്ഷയ്ക്ക് വരിക. അപ്പോൾ ആ ചോദ്യങ്ങൾ വരുമ്പം ഈ കൺസേൺഡ് ഐറ്റം നമ്മുടെ മനസ്സിലേക്ക് വരികയും ഓപ്ഷൻസിൽ നിന്ന് ഞാൻ ഈ പറഞ്ഞ രീതി ഉപയോഗിച്ച് തന്നെ, അല്ലാതെ പറയുന്നതിൽ ഭംഗിയുള്ള ചോദ്യം അല്ലെ പറയുന്നത് ഭംഗിയുള്ള വേർഡ് ഏതാണ് എന്നുള്ള രീതിയിൽ ഒരിക്കലും നിങ്ങൾ പോകരുത്. ഈ രീതിയിൽ ഈ ഒരു ഫാക്റ്റ് ഉപയോഗിച്ച് നമുക്ക് ശരിയായ ഉത്തരം കണ്ടുപിടിക്കാനും മറ്റത് എലിമിനേറ്റ് ചെയ്യാനും പറ്റണം. നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ, വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യേണ്ടുന്നത്? ഇന്നതുകൊണ്ട് ഈ ഉത്തരം വന്നു, ഇന്ന കാരണം ഇതില്ലാത്തതിനാൽ ഈ 3 കാരണങ്ങളും പോയി എന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞു പഠിക്കണം. നമ്മളൊരു ചോദ്യം കണ്ടു, പെട്ടെന്ന് നമ്മൾ വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമാണത്. അപ്പം പെട്ടെന്ന് നമുക്ക് ഈ ഒരു നിയമം അറിയാം, പെട്ടെന്ന് ആ ഉത്തരം കണ്ടു അത് എഴുതി പോവാതെ നമ്മുടെ മെൻ്റൽ എക്സർസൈസായിട്ട് അത് ചെയ്തിരിക്കുക. ഇന്നതുകൊണ്ട് ഈ സംഭവം പോയി, രണ്ടാമത്തെ ഓപ്ഷനും പോയി, മൂന്നാമത്തെ ഉത്തരവാണ് ശരി, നാലാമത്തെ ഇത് നോക്കണ്ട എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞ് പഠിച്ചു വരുമ്പോൾ നമുക്കത് പ്രാക്ടീസായി മാറുകയും പിന്നീടുള്ള ക്വസ്റ്റ്യനുകളിൽ പരീക്ഷയ്ക്കൊക്കെ ഈ രീതി കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഉത്തരം ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും. അപ്പോൾ ചെയ്യേണ്ടുന്ന കാര്യം ഈ ഒരു നിയമം വന്ന് കണ്ട് പെട്ടെന്ന് ആ ഉത്തരം കണ്ടുപിടിച്ച് സ്കിപ്പാവുകയല്ല. വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇന്ന കാര്യം കൊണ്ടത് പോയി, ഇന്നത് കൊണ്ടത് വന്നു എന്നുള്ള രീതി തന്നെ നമ്മൾ ചെയ്യണം. അതായത് കറക്റ്റ് ഉത്തരം ഇന്നതാണ്, ഇന്നതുപോലെ ഇല്ലാത്തത് കൊണ്ട് മറ്റ് 3 ഉത്തരങ്ങൾ എലിമിനേറ്റഡ് ആയി എന്ന് പറഞ്ഞ് പഠിക്കാനായിട്ടുള്ള രീതിയിൽ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇന്ന് ഇത് കൂടുതൽ വീഡിയോ ലെങ്തിയാക്കുന്നില്ല. ഇതുപോലെ നമുക്ക് കുറേ പഠിക്കാനുണ്ട് കേട്ടോ, കുറച്ച് കൂടുക. കുറേ എന്ന് പറഞ്ഞ് നിങ്ങളെ ഞാൻ പേടിപ്പിക്കുന്നില്ല, നമ്മൾ പഠിക്കും. ഇതേപോലെ എക്സസൈസുകൾ ഇടയ്ക്കിടയ്ക്ക് ഇംഗ്ലീഷിൻ്റെ ചെയ്യണം. ഒരു 5 എണ്ണമല്ലോ ഇത്, ഈ 5 എണ്ണം ഒന്ന് വ്യക്തമായിട്ടും വൃത്തിയായിട്ടും ഒന്ന് പഠിക്കുക. അത് പഠിച്ചു കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതേപോലെ ഇട്ടിട്ട് അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കും. ഓക്കെ അല്ലേ? ശ്രദ്ധിക്കുക, പഠിക്കുക. പിന്നെ ഒരുപാട് സന്തോഷമുണ്ട്. ഞാനിവിടെ എൻ്റെ കുറച്ച് പിള്ളേർക്ക് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളിൽ നിന്നപ്പോൾ കുറച്ച് നാളെ എനിക്കൊന്ന് മാറി നിൽക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ആ സമയത്ത് ഞാൻ അവർക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്നുള്ള രീതിയിൽ വെച്ചപ്പോൾ നല്ല രീതിയിലുള്ള റെസ്പോൺസ് എനിക്ക് അത്യാവശ്യം കിട്ടിത്തുടങ്ങി. അപ്പോൾ അത് വളരെയേറെ സന്തോഷമുണ്ട്. നിങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്യുക. ഓക്കെ, താങ്ക് യു.